ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസിൽ ഈ വരുന്ന എക്സാമിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിന്റെ ഭാഗമാണ് MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസറിലേക്ക് കൃത്യമായി എത്തണം. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടയിലുള്ള മാർക്കില്ല. കാരണം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, ഇങ്ങനെ മാത്രമേ മാർക്ക് കിട്ടുന്നുള്ളൂ. ശരിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ തെറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, MCQ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 4 ചോയ്സ് ഉണ്ടെങ്കിൽ 3 ചോയ്സും എക്സാമിനോട് അടുത്ത് നിൽക്കുന്നതായിരിക്കും. പക്ഷെ ഒരാൾ മാത്രമേ ആൻസർ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അറിയാതെ റോങ് ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് MCQ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് 25 MCQ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതും, അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതുമായ ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. സോ റെഡി ആയിരിക്കുക. 25 MCQs. ഇവിടെ നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ആണ് ആൻസർ വരുന്നത്. ഡാഷ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ദ ജേണൽ ഓർ ഡേ ബുക്ക്. ദാറ്റ് ഈസ് ലെഡ്ജർ ആണ്. ഒരുപാട് അക്കൗണ്ട്സുകളുടെ കളക്ഷൻ അല്ലേ, ലെഡ്ജറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് പ്രോസസ് ഓഫ് എൻട്രി ട്രാൻസാക്ഷൻ ഇൻ ടു ജേണലിലേക്ക് ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ജേണലൈസിംഗ് എന്നാണ്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്നാണ് പറയാറ്. അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ്. നിങ്ങൾക്കറിയാം സബ്സിഡറി ബുക്കുകളായ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും ക്യാഷ് ബുക്കും അല്ലേ, ഡബിൾ കോളം ക്യാഷ് ബുക്കും പർച്ചേസ് റിട്ടേൺസ് ബുക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജേണൽ പ്രോപ്പറിനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ജേണൽ പ്രോപ്പർ അല്ല, ജേണൽ പ്രോപ്പർ ആണ്. ജേണൽ പ്രോപ്പറിനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് ഒരു അസറ്റ് ക്രെഡിറ്റിന് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അസറ്റിന്റെ ക്രെഡിറ്റ് സെയിൽസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസോ നമുക്ക് പർച്ചേസ് ബുക്കിൽ എഴുതാൻ പറ്റില്ല. പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമേ എഴുതാൻ പറ്റൂ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ജേണൽ പ്രോപ്പർ റെക്കോർഡ് ചെയ്യുക. ഇതുമായിട്ട് കണക്ട് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് എൻട്രി ആയിക്കോട്ടെ, ക്ലോസിംഗ് എൻട്രി ആയിക്കോട്ടെ, ട്രാൻസ്ഫർ എൻട്രി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ഹൂ ഈസ് പ്രിപ്പയറിംഗ്? ഒരുപാട് തവണ കുട്ടികൾക്ക് തെറ്റുപറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് എന്ന് അറിയാതെ നമ്മൾ ചെയ്തു പോകും. ഒരിക്കലും ബാങ്ക് അല്ല. ആരാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്, അക്കൗണ്ട് ഹോൾഡർ ആരാണോ ആ ഹോൾഡർ ആണ് കമ്പനി അല്ലെ, ഫേം ആണ് BRS പ്രിപ്പയർ ചെയ്യുന്നത്. These type of errors affect the agreement of trial balance. Errors of principle അല്ലേ, അതായത് എഗ്രിമെന്റ് ട്രയൽ ബാലൻസ്. These type of errors are the agreement of the trial balance. Okay, affect ചെയ്യുന്നതാണ്. So errors of principle. Dash is the term used to show the decrease in the value of nature resources like mines, forests. Depletion, amortization, depreciation ഒക്കെ ഉണ്ട്. So depletion ആണ് ആൻസർ. Overdraft means, നമുക്കറിയാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിനകത്ത് ഓവർ ഡ്രാഫ്റ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ മൈനസ് ബാലൻസ് വരാറുണ്ട്. അത് ക്യാഷിനും മൈനസ് വരും, അതുപോലെ തന്നെ ബാങ്ക് അല്ലെങ്കിൽ പാസിനും മൈനസ് വരും. ക്യാഷിനാണ് ഓവർ ഡ്രാഫ്റ്റ് വരുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് ആയിരിക്കും, മറിച്ച് പാസ്ബുക്ക് ആണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ ക്രെഡിറ്റ് ആണ്. ഓർമ്മിച്ച് വെച്ചോളൂ, തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മുടെ അക്കൗണ്ടിങ് ടേംസിന്റെ ഭാഗമായിട്ട് ഒരുപാട് കറണ്ട് അസറ്റുകളും കറണ്ട് ലയബിലിറ്റികളും ഫിക്സഡ് അസറ്റുകളും ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു MCQ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഒരുപക്ഷെ അത് ഒരു കറണ്ട് അസറ്റ് തന്നിട്ട് ഏതെങ്കിലും അസറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ തന്നിട്ടായിരിക്കും. ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, റവന്യൂ ആണോ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അറിയാതെ കുട്ടികളെ മനസ്സിലേക്ക് എക്സ്പെൻസ് എന്ന് പറയുന്ന വേർഡ് വന്നു പോകാൻ സാധ്യതയുണ്ട്. സോ അസറ്റ് ആണ്, അതൊരു കറണ്ട് അസറ്റ്. മോർ ഓവർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കറണ്ട് അസറ്റ്. ഒരു കറണ്ട് അസറ്റിന് ഉദാഹരണമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. ഒരു റവന്യൂ, വീണ്ടും അക്കൗണ്ടിങ് ടേമിലെ ചോദ്യമാണ്. ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മേക്കുന്ന പേയ്മെന്റ്സിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ നമുക്കറിയാം, സാലറി ആവാം, റെന്റ് പെയ്ഡ് ആവാം, ഇൻട്രസ്റ്റ് പെയ്ഡ് ആവാം, ഇതൊക്കെയാണ് എക്സ്പെൻസ്. പർച്ചേസസ് ആവാം, ഇതൊക്കെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നേരെ the process of recording transaction in the journal is called journalizing. Purchased machinery from Rajesh on credit will be recorded. നമ്മൾ നേരത്തെ പറഞ്ഞു പർച്ചേസ് ഓഫ് അസറ്റ് മറ്റൊരു രീതി ചോദിച്ചാണ്, മെഷീനറിയുടെ പേര് വെച്ച് ചോദിച്ചു. സോ എക്സാമ്പിൾ മീൻസ് ആൻസർ വിൽ ബി ജേണൽ പ്രോപ്പർ. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. നിങ്ങൾക്കറിയാം 2 രീതിയിലാണ് എമൗണ്ട് മീൻസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. ഡിക്രീസ് എവറി ഇയർ. ഫോർ എക്സാമ്പിൾ 10,000 ആണ് അസറ്റിന്റെ കോസ്റ്റ്. 10% ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 1,000, റിട്ടേൺ ഡൗൺ വാല്യൂ 9,000 ആണ്. വീണ്ടും നെക്സ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ എത്ര വരിക? 900 വരിക. സോ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് ഡിക്രീസിംഗ് ഓർ ഡിമിനിഷിംഗ്. സോ ആൻസർ വിൽ ബി ഡിക്രീസിംഗ്. The value of closing stock given in the trial balance will be shown. ഒരു ട്രയൽ ബാലൻസിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് തരികയാണെങ്കിൽ അത് എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യും? നമുക്കറിയാം അത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ്. ദെൻ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിലും
അതുപോലെ തന്നെ നമുക്ക് നേരെ പോകേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലുമാണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ സോഴ്സ് ഡോക്യുമെന്റ് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ക്രെഡിറ്റ് നോട്ടാണ്. നിങ്ങൾക്കറിയാം പർച്ചേസസ് ബുക്ക് ഉണ്ട്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ഇതാണ് പ്രധാനപ്പെട്ട സബ്സിഡി ബുക്ക്. ക്യാഷ് ബുക്കും വരുന്നുണ്ട്. ഇതിനകത്ത് സോഴ്സ് ഡോക്യുമെന്റ് പർച്ചേസ് ബുക്ക് ഇൻവോയ്സ് ആണ്, സെയിൽസ് ബുക്ക് ഇൻവോയ്സ് ആണ്, പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ടാണ്, സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ടാണ്. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ സോഴ്സ് ഡോക്യുമെന്റ് ചോദിച്ചിരിക്കുന്നത് ഏതിന്റെയാണ്? സെയിൽസ് റിട്ടേൺസിന്റെ. അപ്പൊ എന്താ വരിക? ക്രെഡിറ്റ് നോട്ടാണ് വരിക. 16th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എറർ ഓഫ് കമ്മീഷൻ മേക്കിംഗ് ദ മിസ്റ്റേക്ക്? അല്ലേ, എറർ ഓഫ് കമ്മീഷൻ മേക്കിംഗ് ദ മിസ്റ്റേക്ക്, റോങ് ബാലൻസിങ് ഓഫ് ഫർണിച്ചർ അക്കൗണ്ട്. നിങ്ങൾക്കറിയാം ഒരു 10,000 എന്നുള്ളത് 1,000 ആയി പോയി കഴിഞ്ഞാൽ എറർ ഓഫ് കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ എമൗണ്ട് ചേഞ്ച് ആയി പോകുന്ന എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. സോ എറേഴ്സ് ഓഫ് കമ്മീഷൻ അല്ലെങ്കിൽ എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ, ഈ ഭാഗത്ത് നിന്നൊക്കെ ഒരു ചോദ്യം 1 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രയൽ ബാലൻസിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ഡെബിറ്റിംഗ് ബിനോയ്സ് അക്കൗണ്ട്, ഹിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 500. കണ്ടോ, വീണ്ടും ചോദിച്ചു, എറേഴ്സ് ഓഫ് കമ്മീഷൻ തന്നെയാണ്. സോ 500 ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം അല്ലേ എന്ത് ചെയ്തു? 500 ക്രെഡിറ്റ് ചെയ്തു. ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? സോ ഡെബിറ്റ് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തത് വീണ്ടും ഒരു ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 0 ആയിപ്പോൾ ബാലൻസ് വരില്ല. നമ്മുടെ എയിം എന്താ? ഡെബിറ്റിൽ 500 വരണം. ഡെബിറ്റിൽ 500 വരണമെങ്കിൽ 1000 കൊണ്ട് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് നമുക്ക് ഡെബിറ്റിൽ ബാലൻസ് കാണാൻ സാധിക്കുകയുള്ളൂ. 18th ക്വസ്റ്റ്യൻ, ക്യാഷ് ഓർ അതർ അസറ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഈസ് കോൾഡ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ഇൻ ദ ഡാഷ് ഡാ ബുക്ക്. സെയിൽസ് ബുക്കിലാണ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. അസറ്റ് ആണെങ്കിൽ അത് ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യാം. ദെൻ ഓവർ ഡ്രാഫ്റ്റ് മീൻസ് ഡാഷ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്രെഡിറ്റ് ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ഡാഷ് അസറ്റ്, ഫിക്സഡ് അസറ്റ്. എ ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി, ലൊക്കേറ്റിംഗ് ദ എറേഴ്സ്, ഹെൽപ്പ് ഫോർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ടും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ആണ്, ലൊക്കേറ്റിംഗ് ദ എറേഴ്സ് ആണ്, ഓൾ ഓഫ് ദി എബവ് അല്ലെ. അപ്പോൾ ആൻസർ വരെ ഓൾ ഓഫ് ദി എബവ് ആണ്. 23ാമത്തെ ചോദ്യം, ലാപ്ടോപ്പ് പർച്ചേസ്ഡ് ബൈ എ ഓണർ ഫോർ ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് നോട്ട് റെക്കോർഡഡ് in the books because dash. ഓക്കെ, ഇവിടെ ട്രയൽ ബാലൻസ് ഒരുപാട് ചോദ്യം വന്നു. തിയറി ബേസ് ഓഫ് അക്കൗണ്ട് എന്നെങ്കിൽ ഈ രീതിയിലാണ് ചോദ്യം വരും. ഒരു കൺസെപ്റ്റ് തരുന്നു, അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഫോളോ ചെയ്തത്. ഇവിടെയാണെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിളാണ്. അയാൾ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിയത് ഒരിക്കലും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേമുമായിട്ട് കണക്ട് ചെയ്ത അക്കൗണ്ട്സ് മാത്രമേ നമ്മൾ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ ആണ് ഈ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിളിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ചോദിച്ചാണ് എക്സാമിന്, ഒരു ക്യാപിറ്റൽ ലയബിലിറ്റി ട്രീറ്റ് ചെയ്യാൻ കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. കാരണം അത് ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആണ്, ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. മോറോവർ നമ്മുടെ ഡ്രോയിങ്സ് ആയിക്കോട്ടെ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് പ്രൊവൈഡ് ദ എവിഡൻസ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഇൻ ദ ബിസിനസ്. സോഴ്സ് ഡോക്യുമെന്റ് എന്നാണ് പറയുക. ഒരു ട്രാൻസാക്ഷന്റെ എവിഡൻസിനെ പറയുന്ന പേര് സോഴ്സ് ഡോക്യുമെന്റ് ആണ്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബില്ലാവാം, റെസിപ്റ്റ് ആവാം, ഇൻവോയ്സസ് ആവാം, നമ്മൾ ഇപ്പോൾ പഠിച്ച ഡെബിറ്റ് നോട്ട് ആവാം, ക്രെഡിറ്റ് നോട്ട് ആവാം. ഇതൊക്കെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫൈനലി, സോ 25th, ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദ പാസ്ബുക്ക് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക്. അതായത് ഒരു ഫേമിന്റെ പാസ്ബുക്കിനകത്ത് എത്രയാണോ എമൗണ്ട് ഉള്ളത് ആ എമൗണ്ട് എല്ലായ്പ്പോഴും നമ്മളൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കുകയാണെങ്കിൽ ക്യാഷും ഉണ്ടാവും ബാങ്കും ഉണ്ടാവില്ലേ. അപ്പം ബാങ്കിന്റെ ബാലൻസ് എന്താണോ അത് കറക്റ്റ് ആയിരിക്കണം. ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലെ ബാലൻസ് തന്നെ ആയിരിക്കണം പാസ്ബുക്കിലെ ബാലൻസ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. മറന്നു പോകരുത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവരുടെ എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. BRS ക്യാഷ് ബുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മൈനസിലായിരിക്കും, OD-യിലായിരിക്കും ചോദിക്കുന്നത്. വളരെ കെയർ ചെയ്യുക അവിടെ. സോ these are the very important, most important 25 MCQ അല്ലേ. MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിപ്പയർ ചെയ്യുക എക്സാമിനേഷന്. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.